ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാലന്റൈൻസ് ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് രാഹുൽ വീട്ടിലേക്ക് പോയെങ്കിലും എത്ര തവണ വിളിച്ചിട്ടും രാഹുലിനെ കോൾ കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അതിനുശേഷം മൃദുലിനെ അഞ്ചു വിളിച്ച് നോക്കുന്നെങ്കിലും മൃദുലിനും രാഹുൽ എവിടെ പോയെന്നുള്ള കാര്യം അറിയില്ല. രാഹുലിനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാത്ത സ്ഥിതിക്ക് അഞ്ജുവും അഭിരാമിയും വർഷയൊക്കെ ആകെ സങ്കടത്തിലാണ്. അഞ്ജു രാഹുലിനെ വിളിച്ചതും ഫോൺ സ്വിച്ച് ഓഫ് ആയ കാര്യമൊന്നും ശരിക്കും പറഞ്ഞാൽ വർഷ അറിഞ്ഞതേയില്ല. വർഷ ഒരു ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നതിനെ തുടർന്നാണ് അഞ്ജു ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്നെന്ന് അഭിരാമി വക്കീൽ പറഞ്ഞ് അറിയുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീയേട്ടനെ സ്വപ്നത്തിൽ കാണുന്നു. ശ്രീയേട്ടൻ ജീവിച്ചിരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം വിവേകിനോട് വീണ്ടും ആ ഒരു പഴയ അകൽച്ച വന്നു തുടങ്ങിയിരിക്കുന്നു. വിവേകിനോട് ഒരല്പം ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. ആ ഒരു പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ വിവേകിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വർഷ. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം വീണ്ടും പഴയതുപോലെ മാറ്റമായി. മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരികെ വരുന്ന വിവേക് വർഷയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ ചെല്ലുന്നെങ്കിലും അവളുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല. അപ്പം വിവേക് പറയുന്നു, എനിക്ക് ഉറപ്പാണ് തനിക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷേ തനിക്ക് തുറന്നു പറയാൻ ഇത്ര മടി എന്താ? എനിക്ക് തൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടറിയാം. ശ്രീയേട്ടനെക്കുറിച്ചും ഒക്കെ. അയാൾ മരിച്ചു പോയതല്ലേ, ഇനി തിരികെ വരില്ല, പിന്നെന്തിനാ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നേ എന്നൊക്കെയുള്ള രൂപത്തിൽ സംസാരിക്കുമ്പം വർഷ എന്ത് മറുപടി പറയണമെന്നറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുന്നു. അതിനിടയ്ക്ക് രാഹുലിനെ ഹരിതയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു. എന്തായാലും ഹരിതയുടെ ആൾക്കാരെ പഞ്ഞിക്കിട്ട് രാഹുൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. രാഹുലിനെ കാണാതായ ആ നിമിഷം മുതൽ അഞ്ജുവിന് ഉറപ്പാണ് ഹരിതയുടെ ആൾക്കാരായിരിക്കും രാഹുലിനെ കാണാതായതിൻ്റെ പിന്നിൽ. രാഹുലിന് എന്ത് സംഭവിച്ചെന്നറിയാൻ നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.